Hi all, welcome to once. എല്ലാവർക്കും S3 KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ആണ്. ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സബ്ജക്ട് കോഡ് വരുന്നത് CET203 ആണ്. ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് 2019 സ്കീമിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി 4 മൊഡ്യൂൾസ് ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 4 മൊഡ്യൂൾസ് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 5 ആണ്. ഓക്കെ, മൊഡ്യൂൾ 5 വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 hours-ന്റെ 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് KTU സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം ഫസ്റ്റത്തെ സെഷനിൽ നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്നൊക്കെ നമ്മൾ ആ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് മൊഡ്യൂൾ 5-ന്റെ സിലബസിലേക്ക് കിടക്കാം. മൊഡ്യൂൾ 5-ന്റെ സിലബസിൽ വരുന്നത് സ്പെസിഫിക് എനർജി. ഫസ്റ്റ് ടോപ്പിക് വരുന്നത് സ്പെസിഫിക് എനർജി ആണ്. സ്പെസിഫിക് എനർജിയിൽ സ്പെസിഫിക് എനർജി ഡയഗ്രാം, ദെൻ ഡിസ്ചാർജ് ഡയഗ്രാം, ദെൻ ക്രിട്ടിക്കൽ ഫ്ലോ ആൻഡ് ഇറ്റ്സ് കമ്പ്യൂട്ടേഷൻ. ഇതാണ് ആ സ്പെസിഫിക് എനർജി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നത്. ദെൻ വരുന്നത് ഗ്രാജുവലി വേരിഡ് ഫ്ലോ. ഗ്രാജുവലി വേരിഡ് ഫ്ലോയിലെ ഡൈനാമിക് ഇക്വേഷൻ ഫോർ gradually varied flow, then different forms, types and characteristics of water surface profiles in rectangular prismatic channels. Okay, then വരുന്നത് computation of length of water surface profiles by direct step method. direct step യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ലെങ്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത്, വാട്ടർ സർഫസിൻ്റെ ലെങ്ത് കമ്പ്യൂട്ട് ചെയ്യുന്നതിൻ്റെയാണ് ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക്. ദെൻ വരുന്നത് സ്പെസിഫിക് ഫോഴ്സ്, ദെൻ റാപ്പിഡ്ലി വാരിഡ് ഫ്ലോയിൽ വരുന്നത് ഹൈഡ്രോളിക് ജംപ്, ദെൻ കോൺജുഗേറ്റ് ഓർ സ്വീക്കൻഡ് ഡെപ്സ്, ദെൻ എക്സ്പ്രഷൻ ഫോർ സ്വീക്കൻഡ് ഡെപ്സ് ആൻഡ് എനർജി ലോസ് ഫോർ ഹൈഡ്രോളിക് ജംപ് ഇൻ ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ചാനൽസ്. ദെൻ ലാസ്റ്റ് വരുന്നത് ടൈപ്സ്, യൂസസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈഡ്രോളിക് ജംപ്. ഓക്കെ, ഹൈഡ്രോളിക് ജംപ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ലാസ്റ്റ് വരുന്ന ആ ഒരു ടോപ്പിക്കിൽ ഫുൾ ഹൈഡ്രോളിക് ജമ്പിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. അപ്പോൾ മൊഡ്യൂൾ 5-ലെ ഫസ്റ്റ് പാർട്ട് എയിൽ വരുന്നത് 2 ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്സിനുള്ള 2 ക്വസ്റ്റ്യൻ ആയിരിക്കും മൊഡ്യൂൾ 5 നിന്ന് പാർട്ട് എയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡിസ്ചാർജ് ത്രൂ എ റെക്ടാങ്കുലർ ചാനൽ 3.6 meter wide is 9 meter cube per second. ഓക്കെ, 3.6 meter വിഡ്ത്തുള്ള ആ ഒരു റെക്ടാങ്കുലർ ചാനലിലെ ഡിസ്ചാർജ് 9 meter cube per second ആണ്. ഓക്കെ, ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് എ സെക്ഷൻ വേർ സ്പെസിഫിക് എനർജി ഈസ് മിനിമം. സ്പെസിഫിക് എനർജി മിനിമം ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ എനർജി, അതായത് ക്രിട്ടിക്കൽ ഡെപ്തിലാണ് സ്പെസിഫിക് എനർജി മിനിമം ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് എ സെക്ഷൻ, അതായത് ഡെപ്ത് ഓഫ് വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ക്രിട്ടിക്കൽ ഡെപ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചതാണ്. ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് വാട്ടർ, ശരിക്കും ഫൈൻഡ് ദ ക്രിട്ടിക്കൽ ഡെപ്ത് എന്നാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ദി സെക്ഷൻ വേർ സ്പെസിഫിക് എനർജി ഈസ് മിനിമം. സ്പെസിഫിക് എനർജി ഈസ് മിനിമം എന്നുള്ള ആ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലാണ് അത് ക്രിട്ടിക്കൽ ഡെപ്ത് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഹൈഡ്രോളിക് ജമ്പിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്ചാർജ് ത്രൂ ദി റെക്ടാങ്കുലർ ചാനൽ 3.6 meter വൈഡ്, അതായത് B 3.6 meter ആണ്. ദെൻ ഡിസ്ചാർജ് Q is equal to 9 meter cube per second ആണ്. ഓക്കെ, ദെൻ ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് എ സെക്ഷൻ വേർ സ്പെസിഫിക് എനർജി ഈസ് മിനിമം. ഞാൻ പറഞ്ഞു സ്പെസിഫിക് എനർജി മിനിമം വരുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിലാണ്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ഇക്വേഷൻ YC is equal to small q square by G raised to 1/3. ഓക്കെ, raised to 1/3 ആണ് ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതിൽ സ്മോൾ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ക്യൂ ബൈ വിഡ്ത്ത് ഓഫ് ദി ചാനലാണ്. ഓക്കെ, അപ്പോൾ സ്മോൾ ക്യൂ എന്ന് പറയുന്നത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ഓഫ് ചാനൽ. ഓക്കെ, അപ്പോൾ സ്മോൾ ക്യൂ എന്ന് പറയുന്നത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ഓഫ് ചാനൽ. നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ക്യൂ കൊണ്ടാണ്. ഓക്കെ, ക്യാപിറ്റൽ ക്യൂ ബൈ വിഡ്ത്ത് ഓഫ് ചാനലാണ് സ്മോൾ ക്യൂവിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ സ്മോൾ ക്യൂ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ 9 meter cube per second ആണ്. ദെൻ B വരുന്നത് 3.6 ആണ്. ഓക്കെ, അപ്പോൾ ദെൻ സ്മോൾ ക്യൂവിൻ്റെ ആൻസർ വരിക 2.5 meter cube per second per meter ആണ്. ഓക്കെ, സ്മോൾ ക്യൂവിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് പെർ മീറ്റർ ആണ്.
സ്മോൾ ക്യൂവിൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വൈ സി ആണ്. ഓക്കെ, അപ്പോൾ വൈ സിയിൽ ക്യൂ സ്ക്വയർ ക്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ക്യൂ സ്ക്വയർ ബൈ ജി ചെയ്ത് റേസ് ടു 1/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ ഡെപ്ത് കിട്ടും. ഓക്കെ, അപ്പം വൈ സി ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ജി. ക്യൂ എന്ന് പറയുന്നത് 2.5 ആണ്. ഓക്കെ, 2.5 സ്ക്വയർ ബൈ ജി 9.81 റേസ് ടു 1/3. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ ഡെപ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ വാല്യൂ വരുന്നത് 0.860 മീറ്റർ ആണ് ക്രിട്ടിക്കൽ ഡെപ്ത് വരുന്നത്. ഓക്കെ, 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനൊരു 1 മാർക്ക്, ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ബി എന്ന് എഴുതുന്നതിന് ഒരു 1 മാർക്ക് ഉണ്ടായിരിക്കും. ദെൻ വൈ സി ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ജി ഹോൾ റേസ് ടു 1/3 എന്ന് എഴുതുന്നതിന് ഒരു 1 മാർക്ക് ഉണ്ടായിരിക്കും. ദെൻ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടുന്നതിന് 1 മാർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ആ 3 മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് ആണ്. ഓക്കെ, ഹൈഡ്രോളിക് ജമ്പിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്, 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സഡൻ ആൻഡ് ടർബുലൻറ്റ് പാസേജ് ഓഫ് വാട്ടർ ഫ്രം എ സബ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ടു സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ടു സബ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ്. ഓക്കെ, സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ നിന്ന് സബ് ക്രിട്ടിക്കൽ സ്റ്റേറ്റിലേക്കുള്ള ആ ഒരു ജമ്പിനെയാണ്, സഡൻ അല്ലെങ്കിൽ ടർബുലൻറ്റ് പാസേജിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രോളിക് ജമ്പിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഫുൾ മീൻസ് ഓഫ് ഡിസിപ്പേറ്റിംഗ് എക്സസ് എനർജി ഓഫ് വാട്ടർ flowing over a spillways and other hydraulic structures or through sluices and thus preventing possible erosion on the downstream side of the structures. ഓക്കെ, ഇത് എക്സസ് എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. അതായത് ഹൈഡ്രോളിക് ജമ്പ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സസ് എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് പോവാണ്. ദെൻ അപ്പോൾ എങ്ങനെ എക്സസ് എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിനനുസരിച്ച് ഇറോഷൻ്റെ കുറയും. സോ ഡൗൺ സ്ട്രീമിലുള്ള സ്ട്രക്ചേഴ്സിനൊന്നും അധികം എഫക്റ്റ് ചെയ്യില്ല. സോ അപ്പോൾ ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഫസ്റ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എനർജി ഡിസിപ്പേഷൻ, അത് യൂസ്ഫുൾ ആണ്. സോ ഇറോഷൻസ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, ദെൻ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റേസസ് ദി വാട്ടർ ലെവൽ ഇൻ ദി ചാനൽസ് ഫോർ ഇറിഗേഷൻ. ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം, വാട്ടറിൻ്റെ ലെവൽ റൈസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് റൈസസ് ദി വാട്ടർ ലെവൽ ഇൻ ദ ചാനൽസ് ഫോർ ഇറിഗേഷൻ. അപ്പോൾ ആ ഒരു റൈസ് ചെയ്യുന്ന ആ ഒരു വാട്ടറിൻ്റെ ലെവൽ ആ റൈസ് ചെയ്യുന്നത് നമുക്ക് ഇറിഗേഷന് യൂസ്ഫുൾ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇറ്റ് ഇൻക്രീസസ് ദി വെയിറ്റ് ഓൺ ആൻ apron ഓഫ് എ ഹൈഡ്രോളിക് സ്ട്രക്ചർ ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഡെപ്ത് ഓഫ് ഫ്ലോ. ആ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടായി കഴിയുമ്പോൾ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുമ്പോൾ ദ വെയിറ്റ് ഓൺ ആൻ apron ഓഫ് എ ഹൈഡ്രോളിക് സ്ട്രക്ചർ അത് ഇൻക്രീസ് ചെയ്യാണ്. വെയിറ്റ് ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു വെയിറ്റ് ഇൻക്രീസ് ചെയ്യാണ്. സോ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡ്യൂ ടു ഇൻക്രീസ് ഡെപ്ത് ഓഫ് ഫ്ലോ ആൻഡ് ഹെൻസ് ദി അപ്ലിഫ്റ്റ് പ്രഷർ ആക്ടിങ് ഓൺ ദി apron ഈസ് കൺസിഡറബിളി കൗണ്ടർ ബാലൻസ്ഡ്. അപ്ലിഫ്റ്റ് പ്രഷറിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈഡ്രോളിക് ജമ്പിൻ്റെ ആ ഒരു വെയിറ്റ്, ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡെപ്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഡെപ്ത് ഇൻക്രീസ് ആകുമ്പോൾ വെയിറ്റ് ഓൺ ആൻ apron, ഡെപ്ത് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് അവിടുത്തെ ആ ഒരു apronൽ ആക്ട് ചെയ്യുന്ന ആ ഒരു വെയിറ്റും ഇൻക്രീസ് ചെയ്യുകയാണ്. സോ അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ പറ്റും. apronൻ്റെ അപ്ലിഫ്റ്റ് പ്രഷറിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാനും അതിന് പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഹൈഡ്രോളിക് ജമ്പ് അവിടെ യൂസ്ഫുൾ ആണ്. ദെൻ ഇറ്റ് ഇൻക്രീസസ് ദി ഡിസ്ചാർജ് ത്രൂ എ സ്ലൂയിസ് ബൈ ഹോൾഡിംഗ് ബാക്ക് ദ ടെയിൽ വാട്ടർ. ഓക്കെ, അപ്പോൾ അത് ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യാണ് ബൈ ഹോൾഡിംഗ് ബാക്ക് ദ ടെയിൽ വാട്ടറിനെ ഹോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യണം. ദെൻ ഇറ്റ് മേ ബി യൂസ്ഡ് ഫോർ മിക്സിംഗ് കെമിക്കൽസ് ഇൻ വാട്ടർ ആൻഡ് അതർ ലിക്വിഡ്സ് സിൻസ് ഇറ്റ് ഈസ് ഫെസിലിറ്റേറ്റ് തറോ മിക്സിംഗ് ഡ്യൂ ടു ദ ടർബുലൻസ് ക്രിയേറ്റഡ് ഇൻ ഇറ്റ്. ഹൈഡ്രോളിക് ജമ്പ് കൊണ്ട് നമുക്ക് കെമിക്കൽസ് എല്ലാം വാട്ടറിൽ മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. വാട്ടറിൽ അല്ലെങ്കിൽ വേറെ ഏത് ലിക്വിഡ്സിലാണെങ്കിലും കെമിക്കൽസ് ഈസി ആയിട്ട് മിക്സ് ചെയ്യാൻ നമുക്ക് പറ്റും. ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുമ്പോൾ അതിലൊരു ഭയങ്കരമായിട്ട് ടർബുലൻസ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. സോ മിക്സിംഗ് എല്ലാം ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു 5 പോയിന്റ്സ് ആണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഓക്കെ, ദെൻ പാർട്ട് ബിയിൽ വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിൽ 19th ക്വസ്റ്റ്യന് എയും ഉണ്ട് ബിയും ഉണ്ട്. ദെൻ 20th ക്വസ്റ്റ്യന് എയും ബിയും ഉണ്ട്. സോ 19th ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചിട്ട് ഏതാണ് 20th ക്വസ്റ്റ്യൻ ആണോ 19th ക്വസ്റ്റ്യൻ ആണോ ഏതാണോ ഈസി എന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓർ ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിറൈവ് ദി ഡൈനാമിക് ഇക്വേഷൻ ഓഫ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ ഇൻ എ ചാനൽ സ്റ്റേറ്റിംഗ് ദി അസംഷൻസ് ഇൻവോൾവ്. ഓക്കെ, അപ്പോൾ അസംഷൻസ് എഴുതണം. അസംഷൻസ് എഴുതുന്നതിന് സ്പെഷ്യലായിട്ട് പ്രത്യേകം മാർക്ക് ഉണ്ടായിരിക്കും. സോ ആദ്യം അസംഷൻസ് എഴുതണം. അത് കഴിഞ്ഞിട്ട് വേണം ഡൈനാമിക് ഇക്വേഷൻ ഫോർ ഗ്രാജുവലി വേരിഡ് ഫ്ലോ നമ്മൾ ഡിറൈവ് ചെയ്യാൻ. ഓക്കെ, 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു പ്രോബ്ലം ആണ്. ദെൻ 20th ക്വസ്റ്റ്യനിൽ ആദ്യം വന്നേക്കുന്നത് എക്സ്പ്ലെയിൻ സ്പെസിഫിക് എനർജി ഡയഗ്രാം ആണ്. 6 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഒരു പ്രോബ്ലം ആണ് 8 മാർക്സിൻ്റെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഡൈനാമിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ അതിൽ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ അസംഷൻസ് എല്ലാം നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അസംഷൻസ് നോക്കാം. ഓക്കെ, ദ ഡൈനാമിക് ഇക്വേഷൻ ഫോർ ഗ്രാജുവലി വേരിഡ് ഫ്ലോ ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ദി ബേസിക് എനർജി ഇക്വേഷൻ. ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ബേസിക് എനർജി ഇക്വേഷനിൽ നിന്നാണ്. ഓക്കെ, ബേസിക് എനർജി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റം ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അതാണ് നമ്മുടെ ബേസിക് എനർജി ഇക്വേഷൻ. ഓക്കെ, വിത്ത് ദ ഫോളോയിങ് അസംഷൻ. അപ്പോൾ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ദ യൂണിഫോം ഫ്ലോ ഫോർമുല സച്ച് ആസ് മാനിങ്സ് ഓർ ചേസിസ് മേ ബി യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദി എനർജി സ്ലോപ്പ് ഓഫ് എ ഗ്രാജുവലി വേരിഡ് ഫ്ലോ. എനർജി സ്ലോപ്പ്, ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ എനർജി സ്ലോപ്പിന് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് ഈ 2 ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചേസിസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ V is equal to 1/n r raised to 2/3 s raised to 1/2. ഇതാണ് മാനിങ്സ് വരുന്നത്. ചേസീസ് വരുന്നത് C√RS. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എസിൻ്റെ ടേം മാത്രം എടുത്തിട്ട് വരുന്ന ഇക്വേഷനാണ് ഇത്. ദെൻ ഇതിലും എസിൻ്റെ ടേം മാത്രം എടുത്തിട്ട് വരുന്ന ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ഫ്ലോ ഫോർമുലയാണ് ഈ 2 ഫോർമുല, അതായത് മാനിങ്സിൻ്റെ ഇക്വേഷനും ചേസീസ് ഇക്വേഷനും. ഓക്കെ, ഇറ്റ് മേ ബി യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദി എനർജി സ്ലോപ്പ് ഓഫ് എ ഗ്രാജുവലി വേരിഡ് ഫ്ലോ. എനർജി സ്ലോപ്പ് ഓഫ് എ ഗ്രാജുവലി വേരിഡ് ഫ്ലോ എന്ന് പറയുന്നതാണ് ഈ SF എന്ന് പറയുന്നത്. ഓക്കെ, SF എന്ന് പറയുന്നതാണ് എനർജി സ്ലോപ്പ് ഓഫ് എ ഗ്രാജുവലി വേരിഡ് ഫ്ലോ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേസീസ് ഇക്വേഷനും മാനിങ്സ് ഇക്വേഷനും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഇത് മാനിങ്സ് ഇക്വേഷനിൽ നിന്ന് എസിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എസിൻ്റെ ഫോർമാറ്റിക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ SF is equal to V into N divided by R raised to R raised to 2/3 എന്ന് വരും. ദെൻ S raised to 1/2 ആണ് നമുക്ക് ഈ ഒരു V into N by R raised to 2/3 is equal to S raised to 1/2 ആണ്. ദെൻ S is equal to അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എസിൻ്റെ ഇക്വേഷൻ കിട്ടും. സോ SF is equal to വിത്ത് മാനിങ്സ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള SF എന്ന് പറയുന്നത് VN by R raised to 2/3 ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ അതേപോലെ സിമിലർലി ചേസീസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അപ്പോൾ V is equal to C√RS ആണ്. നമ്മളതിനെ V/C√R is equal to √S ആണ്. ദെൻ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ V/C√R ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു S എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷനാണ് നമ്മൾ എനർജി സ്ലോപ്പ് ഇവാലുവേറ്റ് ചെയ്യാൻ ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ കേസിൽ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ കേസിൽ നമ്മൾ എനർജി സ്ലോപ്പ് ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ 2 ഇക്വേഷൻസ് ആണ്. ആൻഡ് ദ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ഓഫ് റഫ്നെസ് ഡെവലപ്ഡ് പ്രൈമർലി ഫോർ യൂണിഫോം ഫ്ലോ ആർ അപ്ലിക്കബിൾ ടു ഗ്രാജുവലി വേരിഡ് ഫ്ലോ ഓൾസോ. ഓക്കെ, ദെൻ സെക്കൻഡ് വരുന്നത് ദ ബോട്ടം സ്ലോപ്പ് ഓഫ് എ ചാനൽ ഈസ് വെരി സ്മോൾ. ചാനലിൻ്റെ ബോട്ടം സ്ലോപ്പ് ഭയങ്കര വെരി സ്മോൾ ആയിട്ടാണ് നമ്മൾ അസംഷനിൽ അസ്യൂം ചെയ്തത്. ഓക്കെ, ദെൻ ദ ചാനൽ ഈസ് പ്രിസ്മാറ്റിക് ആണെന്ന് നമ്മുടെ തേർഡ് അസംഷൻ. ദെൻ ഫോർത്ത് അസംഷൻ വരുന്നത് ദ എനർജി കറക്ഷൻ ഫാക്ടർ ആൽഫ ഈസ് യൂണിറ്റി. എനർജി കറക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ നമ്മൾ 1 യൂണിറ്റി ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ എനി വെർട്ടിക്കൽ ഈസ് ഹൈഡ്രോസ്റ്റാറ്റിക്. പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ വെർട്ടിക്കൽ സർഫസിലൊക്കെ വരുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സിക്സ്ത് അസംഷൻ വരുന്നത് ദ റഫ്നെസ് കോഎഫിഷ്യൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഡെപ്ത് ഓഫ് ഫ്ലോ. റഫ്നെസ് കോഎഫിഷ്യൻറ്റ് ഡെപ്ത് ഓഫ് ഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി ചാനൽ റിച്ച്. റഫ്നെസ് കോഎഫിഷ്യൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്, ദെൻ അത് കോൺസ്റ്റൻ്റ് ആണ് ത്രൂ ഔട്ട് ദി ചാനൽ റീച്ച്. ഓക്കെ, ഇതാണ് അസംഷൻസ് 6 വരുന്നത്. ദെൻ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു
ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ ബേസിക് എനർജി ഇക്വേഷനിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം അപ്പോൾ ഈ ഒരു ഫിഗർ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മൊത്തം റീച്ചിലെ ബേസിക് എനർജി ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ ഇത്രയും ഒരു ഹൈറ്റിൽ വരുന്ന എനർജി എന്ന് പറയുമ്പോൾ ഡാറ്റം ഹെഡ് സെഡ് പ്ലസ് പ്രഷർ ഹെഡ് വൈ പ്ലസ് വെലോസിറ്റി ഹെഡ് വി സ്ക്വയർ ബൈ 2g, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ എനർജി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് എനർജി ഇക്വേഷനിൽ H is equal to v square by 2g പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ v എന്ന് പറയുന്ന ഈ ഒരു ടേമിന് v is equal to q by a ആണ്. സോ v സ്ക്വയർ എന്ന് പറയുമ്പോൾ q സ്ക്വയർ ബൈ a സ്ക്വയർ, അത് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ആ ഒരു ടേം. ഓക്കെ, അപ്പോൾ അതിൽ ഡിഫറൻഷിയേറ്റിംഗ് ഈച്ച് ടേം ഓഫ് ദി എബോവ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, നമ്മൾ ആ ഒരു ബേസിക് എനർജി ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ബോട്ടം, അലോങ് ദി ചാനൽ ബോട്ടം മൂവ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മെഷർ ചെയ്യുന്നത് അലോങ് ചാനൽ ബോട്ടമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ എച്ച് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി എച്ച് ബൈ ഡി എക്സ് എന്നാണ് വരിക. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ എച്ച് ഡിസ്റ്റൻസ് ആണ്, അത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൊത്തം ഈ ഒരു എനർജി ലൈനിൻ്റെ സ്ലോപ്പാണ് അപ്പോൾ നമുക്ക് കിട്ടാം ഡി എച്ച് ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ. അപ്പം എനർജി ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് എസ് എഫ്. ഓക്കെ, അപ്പോൾ അത് എസ് എഫ് ആണ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ക്യൂ സ്ക്വയർ ബൈ 2g എ സ്ക്വയർ, അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ക്യൂ സ്ക്വയർ ബൈ 2g നമ്മൾ ഡിഫറൻസിയേഷൻ പുറത്തേക്ക് എടുത്ത് ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 1 ബൈ എ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ റേസ് ടു -2 ആണ്. ഓക്കെ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2 എ റേസ് ടു -3 ആണ്. സോ -2 ഇൻറ്റു 1 ബൈ -2 ബൈ എ ക്യൂബ് ആണ് ആൻസർ വരാം. ഓക്കെ, അപ്പം ക്യൂ സ്ക്വയർ ബൈ 2g എ ക്യൂബ് ഇൻറ്റു ഡി എ ബൈ ഡി എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം. ദെൻ ഈ ഒരു ടേം നമ്മൾ എസ് എഫ് ആണെന്ന് പറഞ്ഞു. ദെൻ ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഈ ചാനലിൻ്റെ വാട്ടർ സർഫസിൻ്റെ സ്ലോപ്പാണ്. ഓക്കെ, നമുക്കത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് അതാണ്. ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഡൈനാമിക് ഇക്വേഷൻ ഫോർ ഗ്രാജുവലി വേരിഡ് ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ ഡൈനാമിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഡൈനാമിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സോ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഡി സെഡ് ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഡി സെഡ് എന്ന് പറയുന്നത് ചാനലിൻ്റെ ബോട്ടമാണ്. അപ്പോൾ ചാനലിൻ്റെ ബോട്ടം സ്ലോപ്പാണ് ഡി സെഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് S0 എന്നുള്ളതാണ് ചാനലിൻ്റെ ബോട്ടം സ്ലോപ്പ്. സോ ഡി സെഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് S0 ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എഴുതുമ്പോൾ ഡി എച്ച് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ സ്ക്വയർ ബൈ ജി എ ക്യൂബ് ഇൻറ്റു ഡി എ ബൈ ഡി എക്സ് ആണ് വരാം. ഓക്കെ, ഇതിൽ മൈനസ് എഴുതാൻ മറന്നതാണ്. -2 ബൈ എ ക്യൂബാണ്. -2 ബൈ എ ക്യൂബ് നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആയി പോവും. ദെൻ -q സ്ക്വയർ ബൈ ജി എ ക്യൂബാണ്. -q സ്ക്വയർ ബൈ ജി എ ക്യൂബാണ് ആൻസർ വരിക. ഇൻറ്റു ഡി എ ബൈ ഡി എക്സ് പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഡി സെഡ് ബൈ ഡി എക്സ്. അതിൽ ഡി എച്ച് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എനർജി ലൈനിൻ്റെ സ്ലോപ്പാന്ന് പറഞ്ഞു. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുന്നത് -SF ആണ്. ദെൻ ഡി സെഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ചാനൽ ബെഡിൻ്റെ സ്ലോപ്പാണ്. അത് നമ്മൾ S0 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡി വൈ ബൈ ഡി എക്സ് ആണ് സ്ലോപ്പ് ഓഫ് വാട്ടർ സർഫസ്. അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സോ ഡി വൈ ബൈ ഡി എക്സ് അങ്ങനെ തന്നെ നിർത്താം. ദെൻ ഡി എ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് വിത്ത് ഡി വൈ ബൈ ഡി എക്സിൻ്റെ ടേമിലേക്ക് നമ്മൾ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡി എ ബൈ ഡി എക്സിനെ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാണ് വിത്ത് ഡി വൈ കൊണ്ട്. ഓക്കെ, അപ്പോൾ ഡി എ ബൈ ഡി എക്സ് ആണ്. അതിനെ നമ്മൾ ആദ്യം ഡി വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ അതുകൊണ്ട് ഡി വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടാം ഡി എ ബൈ ഡി വൈ എന്ന് പറയുന്നതാണ് ടോപ്പ് വിഡ്ത്ത്. ഓക്കെ, ഡി എ ബൈ ഡി വൈ എന്ന് പറയുന്നതാണ് ടോപ്പ് വിഡ്ത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പ് വിഡ്ത്ത് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, ടോപ്പ് വിഡ്ത്ത് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ് ഡി എ ബൈ ഡി എക്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ദെൻ
നമ്മളെല്ലാ വാല്യൂസും ഇപ്പോൾ നമ്മൾ വാല്യൂസ് അല്ല, നമ്മൾ ഓരോ ടേമിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു dH/dxനെ -SF എന്നാണ് പറയുന്നത്. അതായത് സ്ലോപ്പ് ഓഫ് എനർജി ലൈനാണ് -SF കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ആ ടേംസ് ഒക്കെ ഡിനോട്ട് ചെയ്യുന്നത് ഇതിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -SF is equal to Q²/GA³. dA/dxനെ നമ്മൾ പറഞ്ഞു T × dy/dx എന്ന് എക്സ്പ്രസ് ചെയ്യാം. സോ T × dy/dx പ്ലസ് dy/dx മൈനസ് dz/dxനെ നമ്മൾ -S0 കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ -S0. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് dy/dx എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? dy/dxനെ കോമൺ എടുക്കാം. dy/dxനെ കോമൺ എടുക്കുമ്പോൾ -SF is equal to ഇതിനെ കോമൺ എടുക്കുമ്പോൾ dy/dx ഇൻറ്റു 1 - Q²T/GA³. Q²T/GA³ ഇത് രണ്ടും കൂടെ dy/dx, ഈ രണ്ട് ടേമിനെ നമ്മൾ ടേം എടുത്തിട്ട് നമ്മൾ dy/dxനെ കോമൺ എടുക്കുമ്പോൾ dy/dxൻ്റെ ഫസ്റ്റത്തെ ടേമിൽ -Q²T/GA³ ഉണ്ട്, സെക്കൻഡ് ടേമിൽ +1 ആണുള്ളത്. സോ 1 - Q²T/GA³ ആണ് കോമൺ എടുക്കുന്നത്. Q²T/GA³ കോമൺ എടുത്തു, ദെൻ -S0. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനെ dy/dxൻ്റെ ഫോമാറ്റിൽ കൊണ്ടുവരുമ്പോൾ dy/dx is equal to S0 നെഗറ്റീവ് ആണ്. അപ്പോൾ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആവും. സോ S0 - SF ആവും. ഓക്കെ, അപ്പോൾ then ഇക്വേഷൻ വരുന്നത് S0 - SF ഡിവൈഡഡ് ബൈ ഈ ഒരു ടേം, ഈ ഒരു മൊത്തം ടേം 1 - Q²T/GA³ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ആൻസർ വരുന്നത് S0 - SF ഡിവൈഡഡ് ബൈ 1 - Q²T/GA³ ആണ് നമ്മുടെ dy/dx ഗ്രാജുവലി വേരിയഡ് ഫ്ലോൻ്റെ ഇക്വേഷൻ വരുന്നത്. സോ S0 - SF ഈ Q²T/GA³ നമുക്ക് ഫ്രൂട്ട്സ് നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാം. അതായത് Q²T/GA³ is equal to FR². ഫ്രൂട്ട്സ് നമ്പറിൻ്റെ സ്ക്വയർ ആണ് ആ ഒരു ടേം വരുന്നത്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷനെ മാറ്റി എഴുതാം ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോൻ്റെ ഡൈനാമിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് എ റെക്ടാങ്കുലർ ചാനൽ ഓഫ് 8 മീറ്റർ വൈഡ്. ഓക്കെ, അപ്പോൾ റെക്ടാങ്കുലർ ചാനലിൻ്റെ വിഡ്ത്ത് പറഞ്ഞേക്കുന്നത് 8 മീറ്റർ ആണ്. ക്യാരീസ് എ ഡിസ്ചാർജ് ഓഫ് 15 m³/s. Q is equal to 15 m³/s ആണ്. ഓക്കെ, ഇഫ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് 1.2 മീറ്റർ. ഡെപ്ത് ഓഫ് ഫ്ലോ തന്നേക്കുന്നത് ഈസ് ഈക്വൽ ടു 1.2 മീറ്റർ ആണെങ്കിൽ ഡിറ്റർമിൻ സ്പെസിഫിക് എനർജി ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ ദി ചാനൽ. സ്പെസിഫിക് എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ വരുന്നത് ഈസ് ഈക്വൽ ടു y + v²/2g ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ y വരുന്നത് ഡെപ്ത് വരുന്നത് y is equal to 1.2 മീറ്റർ ആണ്. ദെൻ v² നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ v എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക? v is equal to Q/area, അതായത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ ഏരിയ ആണ്. സോ ഡിസ്ചാർജ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15 m³/s ആണ്. ഓക്കെ, ദെൻ റെക്ടാങ്കുലർ ചാനലിൻ്റെ ഏരിയ വരുന്നത്, റെക്ടാങ്കുലർ ചാനലിൻ്റെ വിഡ്ത്തും ഡെപ്തും തന്നിട്ടുണ്ട്. സോ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്ടാങ്കുലർ ചാനലിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ ദെൻ 8 × 1.2 ചെയ്യാം. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ വരുന്നത് 1.5625 ആണ്. 1.5625 m/s ആണ് വെലോസിറ്റിയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്കിതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഓക്കെ ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ ദെൻ E is equal to y 1.2 ആണ്. v² 1.5625 സ്ക്വയർ ബൈ 2 × 9.81 ആണ്. ഓക്കെ, ദെൻ സ്പെസിഫിക് എനർജി വരുന്നത് 1.324 മീറ്റർ ആണ്. 1.324 മീറ്റർ ആണ് സ്പെസിഫിക് എനർജി വരുന്നത്. ഓക്കെ, സ്പെസിഫിക് എനർജി ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ക്രിട്ടിക്കൽ ഡെപ്തും ക്രിട്ടിക്കൽ വെലോസിറ്റിയും ആണ്. ഓക്കെ, ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ഇക്വേഷൻ ഓക്കെ E is equal to y + v²/2g ആണ് സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ. ദെൻ നമുക്ക് ഇയുടെ വാല്യൂ വരുന്നത് 1.324 മീറ്റർ ആണ് നമുക്ക് സ്പെസിഫിക് എനർജി വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ക്രിട്ടിക്കൽ
ക്രിട്ടിക്കൽ ഡെപ്തും ക്രിട്ടിക്കൽ വെലോസിറ്റിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സോ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ഇക്വേഷൻ, ക്രിട്ടിക്കൽ ഡെപ്ത് YC ഈസ് ഈക്വൽ ടു Q² G ഹോൾ റേസ് ടു 1/3 ആണ്. ഓക്കെ, ദെൻ ഇതിൽ സ്മോൾ ക്യൂ നമുക്കറിയില്ല, അപ്പോൾ നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ സ്മോൾ ക്യൂ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു Q/B ഇസ് ഈക്വൽ ടു B 8 മീറ്റർ ആണ്, Q 15 ആണ്. സോ 15/8 ചെയ്യുമ്പോൾ 1.875 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് പെർ മീറ്റർ ആണ് സ്മോൾ ക്യൂവിൻ്റെ വാല്യൂ വരാം. ഓക്കെ, സ്മോൾ Q² G ഹോൾ റേസ് ടു 1/3 ചെയ്യുമ്പോൾ നമുക്ക് ആ ക്രിട്ടിക്കൽ ഡെപ്ത് കിട്ടും. ഓക്കെ, YC ഈസ് ഈക്വൽ ടു Q 1.875 സ്ക്വയർ ബൈ G 9.81 ഹോൾ റേസ് ടു 1/3 ചെയ്യുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ ഡെപ്ത് കിട്ടും. ഓക്കെ, ക്രിട്ടിക്കൽ ഡെപ്ത് വരുന്നത് 0.71 മീറ്റർ ആണ്. 0.71 മീറ്റർ ആണ് ക്രിട്ടിക്കൽ ഡെപ്ത് വരുന്നത്. ഓക്കെ, ദെൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ക്രിട്ടിക്കൽ വെലോസിറ്റി ആണ്. ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ √GY ആണ്. ഓക്കെ, അപ്പോൾ VC ഈസ് ഈക്വൽ ടു √G/C ആണ്. ഓക്കെ, അപ്പോൾ ദെൻ √G 9.81 ആണ്. ദെൻ YC വരുന്നത് 0.71 ആണ്. ഓക്കെ, അപ്പോൾ ദെൻ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ വാല്യൂ വരുന്നത് 2.639 മീറ്റർ പെർ സെക്കൻഡ് ആണ് ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഫ്രൂട്ട്സ് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഫ്രൂട്ട്സ് നമ്പറിൻ്റെ ഇക്വേഷൻ V1/√G/1 ആണ്. ഓക്കെ, അപ്പോൾ ഫ്രൂട്ട്സ് നമ്പർ FR1 ഇസ് ഈക്വൽ ടു V1 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. V1 വന്നിരിക്കുന്നത് 1.5625 ആണ്. 1.5625 ഡിവൈഡഡ് ബൈ √9.81 ഇൻറ്റു Y1. Y എന്ന് പറയുന്നത് 1.2 ആണ്. ഓക്കെ, അപ്പോൾ 1.2 ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് നമ്പർ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഫ്രൂട്ട്സ് നമ്പർ വരിക 0.455 ആണ്. ഫ്രൂട്ട്സ് നമ്പർ യൂണിറ്റ്ലെസ് നമ്പർ ആണ്. സോ യൂണിറ്റിൽ 0.455 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ സ്പെസിഫിക് എനർജി ഡയഗ്രാം. ഓക്കെ, 6 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പെസിഫിക് എനർജി ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക, സ്പെസിഫിക് എനർജി ഡയഗ്രാം വരച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് എനർജി നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ വരുന്നത് ഡാറ്റം ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് ആണ്. ഓക്കെ, ഡാറ്റം ഹെഡ് Z പ്ലസ് പ്രഷർ ഹെഡ് Y പ്ലസ് V²/2G എനർജി കൈനറ്റിക് ഹെഡ് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ എനർജി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ സ്പെസിഫിക് എനർജി എന്ന് പറയുമ്പോൾ അത് ടോട്ടൽ എനർജിയാണ്. ഡാറ്റം ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയാണ്. സ്പെസിഫിക് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടോട്ടൽ എനർജിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡാറ്റം ലൈനെയാണ്. ഓക്കെ, ഡാറ്റം ലൈനിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ എനർജി പറയുന്നത്. അതാണ് Z പ്ലസ്, അതായത് ഡാറ്റം ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സ്പെസിഫിക് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ചാനൽ ബോട്ടം ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദ ചാനൽ ബോട്ടം ഇസ് ടേക്കൺ എസ് ഡാറ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ചാനൽ ബോട്ടം ആണ്. ഓക്കെ, അപ്പോൾ ദെൻ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് വിൽ ബി E പ്ലസ് Y പ്ലസ് V²/2G. സെഡിൻ്റെ ടേം ഇല്ല, അതായത് ഡാറ്റ നമ്മൾ ചാനൽ ബോട്ടം ആയിട്ടാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. സ്പെസിഫിക് എനർജിയുടെ കേസിൽ ചാനൽ ബോട്ടം ഈസ് ടേക്കൺ ആസ് ഡാറ്റം. ചാനൽ ബോട്ടം ആണ്. ഇതാണ് ഡാറ്റം ലൈൻ. ഇതാണ് ഡാറ്റം ലൈൻ. ചാനൽ ബോട്ടം ആണ് നമ്മൾ സ്പെസിഫിക് എനർജിയുടെ കേസിൽ. ഇതാണ് ചാനൽ ബോട്ടം. ഓക്കെ, ചാനൽ ബോട്ടം ആണ് നമ്മൾ സ്പെസിഫിക് എനർജിയുടെ കേസിൽ ഡാറ്റമായിട്ട് എടുക്കുന്നത്. സോ സ്പെസിഫിക് എനർജി എന്ന് പറയുമ്പോൾ Y പ്ലസ് V²/2G. സെഡ് എന്ന് പറയുന്ന ടേം ഉണ്ടായിരിക്കില്ല. സോ ഡാറ്റം ചാനൽ ബോട്ടം ആയതുകൊണ്ട് സെഡ് എന്ന് പറയുന്ന ഡാറ്റം ഹെഡ് ഉണ്ടായിരിക്കില്ല. ദെൻ പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് കൈനറ്റിക് ഹെഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്പെസിഫിക് എനർജി കിട്ടും. Okay, the specific energy of flow at any channel section is defined as the energy per unit weight of water measured with respect to
ചാനൽ ബോട്ടം എസ് ഡാറ്റം. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ചാനൽ ബോട്ടം ആണ് നമ്മൾ ഡാറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ചാനൽ ബോട്ടം ഡാറ്റമായിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ മെഷർ ചെയ്യുന്ന ടോട്ടൽ എനർജിയാണ് സ്പെസിഫിക് എനർജി. ഓക്കെ, സ്പെസിഫിക് എനർജി ഇ അറ്റ് എനി സെക്ഷൻ ഇസ് ദി സം ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് ദാറ്റ് സെക്ഷൻ ആൻഡ് വെലോസിറ്റി ഹെഡ്. ഓക്കെ, ഡെപ്ത് ഓഫ് ഫ്ലോ മറ്റേ പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പെസിഫിക് എനർജി കിട്ടുന്നത്. ഓക്കെ, അതിൽ ബിയുടെ ടേമിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ ആണെങ്കിൽ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ അത് നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഓക്കെ, ഫോർ എ ഗിവൺ ചാനൽ സെക്ഷൻ ആൻഡ് ഡിസ്ചാർജ് ക്യൂ ദ സ്പെസിഫിക് എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോ ഓൺലി. ഓക്കെ, അപ്പോൾ ഇതിൽ സ്പെസിഫിക് എനർജി വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫോർ എ പർട്ടിക്കുലർ ഡിസ്ചാർജ്. അതായത് ഡിസ്ചാർജ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ ഏരിയ ഡെപ്തിൻ്റെ ടേംസിലാണ് നമ്മൾ പറയുക. അതായത് ഡെപ്ത് ഏരിയ എന്ന് പറയുന്നത് ഡെപ്തിന് എന്തായാലും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം ദെൻ ഈ ഒരു സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുമ്പോൾ ഈ ഒരു സ്പെസിഫിക് എനർജി വൈനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിത്ത് വൈയുടെ ടേംസിലാണ് നമ്മൾ പറയുക. സോ ഡെപ്ത് ഓഫ് ഫ്ലോനെയാണ് സ്പെസിഫിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുക. ഫോർ എ ഗിവൺ ചാനൽ സെക്ഷൻ the q for a discharge q the specific energy is a function of depth of flow y only. Okay, thus for a given channel section and discharge equation for specific energy may be represented graphically. അതായത് നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് എനർജി ഈ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിനായിട്ട് വൈനെയാണെന്ന് പറഞ്ഞു. അതായത് അറ്റ് എ പെർട്ടിക്കുലർ ഡിസ്ചാർജ് ക്യൂ എന്ന് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഡെപ്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. സോ ആ ഒരു ഡെപ്ത് ഓഫ് ഫ്ലോയും സ്പെസിഫിക് എനർജിയും കൂടെ നമ്മൾ ഗ്രാഫിക്കലി ഫിഗറായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ സ്പെസിഫിക് എനർജി ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, thus for a given channel section and discharge equation for specific energy may be represented graphically നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് എനർജി ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ദി ഡെപ്ത് ഓഫ് ഫ്ലോ. Okay, the curve obtained is known as specific energy curve or specific energy diagram. Specific energy diagram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ specific energy is plotted against the depth of flow. Specific energy ഡെപ്ത് ഓഫ് ഫ്ലോയും നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു കർവിനെയാണ് നമ്മൾ സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെസിഫിക് എനർജിയുടെ ഡയഗ്രാം. വൈ ആക്സിസിൽ ഡെപ്ത് ഓഫ് ഫ്ലോ വൈ ആണ്, ആൻഡ് ദെൻ എക്സ് ആക്സിസിൽ സ്പെസിഫിക് എനർജി ആണ്. സ്പെസിഫിക് എനർജി ഇ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ഇയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് വി സ്ക്വയർ ബൈ 2g ആണ്. ഓക്കെ, അപ്പോൾ അതിൽ വൈ എന്ന് പറയുന്നത് E1 ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ദെൻ വി സ്ക്വയർ ബൈ 2g എന്ന് പറയുന്നത് E2 ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സോ സ്പെസിഫിക് എനർജി ഈസ് ദി സം ഓഫ് E1 ആൻഡ് E2. ഓക്കെ, അപ്പോൾ അതിൽ E1 എന്ന് പറയുന്നത് ഡെപ്ത് ആണ്, വൈ ആണ്. ദെൻ E2 എന്ന് പറയുന്നത് കൈനറ്റിക് ഹെഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ E1 എന്ന് പറയുന്ന ഈ ഒരു എനർജി മാത്രമായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, വൈ മാത്രമാണ് അതിലുള്ളത്. സോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. E1 is equal to വൈ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ദെൻ E2 is equal to വി സ്ക്വയർ ബൈ 2g എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു പാരാബോളിക് ഷേപ്പ് ആയിരിക്കും, ഒരു കർവ്ഡ് സർഫസ് ആയിരിക്കും. ദെൻ E2 എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ 2g. ഓക്കെ, അപ്പോൾ നമുക്ക് E1 കിട്ടി, E2 കിട്ടി. ഓക്കെ, ദെൻ ഇ എന്ന് പറയുന്നത് സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് ഈ രണ്ട് ഗ്രാഫിൻ്റെ സമ്മാണ്. സോ ഈ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ ഷേപ്പ് വരിക ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിനെയാണ് ഈ ACB എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് എനർജി കർവിൽ ഈ സൈഡിലെ മോസ്റ്റ് പോയിന്റിനെയാണ്, ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ഈ ഒരു സി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ പറയുന്നത് ക്രിട്ടിക്കൽ. അതായത് ഈ ഒരു പോയിന്റിൽ സ്പെസിഫിക് എനർജി മിനിമം ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ഗ്രാഫിലെ സ്പെസിഫിക് എനർജിയുടെ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് സി ആണ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് മിനിമം സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആ ഒരു ഡെപ്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയാം. സ്പെസിഫിക് എനർജി മിനിമം വരുന്ന ഡെപ്താണ് ക്രിട്ടിക്കൽ ഡെപ്ത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു എച്ച് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലും ജി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലും സ്പെസിഫിക് എനർജി ഈക്വൽ ആണ്. സോ സ്പെസിഫിക് എനർജി ഈക്വൽ ആയിട്ടുള്ള ഈ രണ്ട് പോയിന്റിനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡെപ്ത്സ് എന്നാണ് പറയുക.
ഓക്കെ, ഈ രണ്ട് ഡെപ്ത് ഡിഫറെൻ്റ് ആണെങ്കിലും ഈ സ്പെസിഫിക് എനർജി എച്ച് എന്ന് പറയുന്ന പോയിന്റിലും ജി എന്ന് പറയുന്ന പോയിന്റിലും ഈക്വൽ ആണ്. അപ്പം നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റീവ് ഡെപ്ത്സ്. ഓക്കെ, ദ സ്പെസിഫിക് എനർജി കർവ് മേ ബി ഒബ്റ്റെയിൻഡ് ആസ് നമ്മൾ പറഞ്ഞു E is equal to E1 plus E2. ഓക്കെ, അതിൽ E is equal to E1 ആണെങ്കിൽ നമ്മൾ ആ വരയ്ക്കുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു 45 ഡിഗ്രി ആക്സിസിൽ മേക്ക് ചെയ്യുന്ന എക്സ് ആക്സിസിൽ 45 ഡിഗ്രി മേക്ക് ചെയ്യുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് E1 is equal to Y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടാം. ഓക്കെ, ദെൻ അനദർ കർവ് ഓഫ് ഫോർ കൈനറ്റിക് എനർജി അലോൺ, കൈനറ്റിക് എനർജി മാത്രമായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് E2 കർവ്. ദെൻ വിച്ച് ഇസ് എ പാരബോളയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ സ്പെസിഫിക് എനർജി കർവ്, ഈ രണ്ട് കർവിൻ്റെയും സമ്മായിട്ട് നമ്മൾ പറഞ്ഞു സ്പെസിഫിക് എനർജി കർവ് ACB നമുക്ക് ഒബ്റ്റെയിൻ ACB നമുക്ക് കിട്ടുന്നത് വെലോസിറ്റി ഹെഡും പ്രഷർ ഹെഡും കൂടെ ആഡ് ചെയ്തിട്ടാണ്. നമ്മൾ പറഞ്ഞു E is equal to E1 plus E2 ആണ്. ദെൻ സ്പെസിഫിക് എനർജി കർവ് ഹാസ് 2 ലിംബ്സ് BC ആൻഡ് AC. സ്പെസിഫിക് എനർജി കർവിന് 2 ലിംബാണുള്ളത്, AC-യും ദെൻ BC-യും. ഈ 2 ലിംബാണ് സ്പെസിഫിക് എനർജി കർവിനുള്ളത്. ഓക്കെ, ദ ലോവർ ലിംബ് BC അപ്രോച്ചസ് ദ ഹൊറിസോണ്ടൽ ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ലോവർ ലിംബ്, ഓർ ദ സ്പെസിഫിക് എനർജി ആക്സിസ് അസിംപ്റ്റോട്ടിക്കലി ടുവേർഡ്സ് ദ റൈറ്റ്. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫിൻ്റെ ഷേപ്പാണ് പറയുന്നത് BC അപ്രോച്ചസ് ദ ഹൊറിസോണ്ടൽ ആക്സിസ് അസിംപ്റ്റോട്ടിക്കലി ടുവേർഡ്സ് ദ റൈറ്റ്. BC എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഹൊറിസോണ്ടലി ആ ഒരു ലൈനിനെ അസിംപ്റ്റോട്ടിക്കലി അപ്രോച്ച് ചെയ്യാണ്. Then the upper limb AC approaches asymptotically to the line OD which passes through the origin. Similarly AC കർവിൻ്റെ ACB എന്ന് പറയുന്ന ഈ ഒരു മൊത്തം കർവ് എടുക്കുമ്പോൾ CB എന്ന് പറയുന്ന കർവ് ഹൊറിസോണ്ടൽ ആക്സിസിനെ അസിംപ്റ്റോട്ടിക്കലി അസിംപ്റ്റോട്ടിക്കലി റൈറ്റ് സൈഡിൽ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹൊറിസോണ്ടൽ ആക്സിസിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ അപ്പർ ലിംബ് AC approaches asymptotically to the line OD. അപ്പർ ലിംബ് AC എന്ന് പറയുന്ന ഈ ഒരു ലിംബ് ഹൊറിസോണ്ടൽ അല്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള 45 ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ ഒരു ലൈനെ E1 is equal to Y എന്ന് പറയുന്ന ആ ഒരു ലൈനെ അസിംപ്റ്റോട്ടിക്കലി അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇറ്റ് ക്യാൻ ബി സീൻ ഫ്രം ദി സ്പെസിഫിക് എനർജി കർവ് ദാറ്റ് ദർ ഇസ് 1 point C ഓൺ ദി കർവ്. C എന്ന് പറയുന്ന പോയിന്റിൽ മിനിമം സ്പെസിഫിക് എനർജിയാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് ഈ C എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് മിനിമം സ്പെസിഫിക് എനർജി വരുന്നത്. ദെൻ ആ ഒരു ഡെപ്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദ പോയിന്റ് C ഓൺ ദി കർവ് is minimum specific energy, thereby indicating that below this value specific energy the given discharge cannot occur. നമ്മൾ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് സ്പെസിഫിക് എനർജി ഗ്രാഫ് ഇല്ല, അതായത് ഈ ഒരു പോയിന്റ് ആണ് ഇതിൻ്റെ മാക്സിമം ലോവർ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ സോ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഡിസ്ചാർജ് ഇല്ല. ഓക്കെ, thereby indicating that below this value of specific energy given discharge cannot occur. ഡിസ്ചാർജ് occur ചെയ്യാൻ പറ്റില്ല. ഓക്കെ, the depth of flow at which the specific energy is minimum is called critical depth YC. ഓക്കെ, അതിനെ ക്രിട്ടിക്കൽ ഡെപ്ത് എന്നാണ് പറയുന്നത്. മിനിമം സ്പെസിഫിക് എനർജി ആയിട്ടുള്ള സ്പെസിഫിക് എനർജിക്ക് കറസ്പോണ്ടിങ് ഡെപ്തിനെ പറയുന്നതാണ് ക്രിട്ടിക്കൽ ഡെപ്ത്. ഓക്കെ, സിമിലർലി ദ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ദി ക്രിട്ടിക്കൽ ഡെപ്ത് ഇസ് നോൺ ആസ് ക്രിട്ടിക്കൽ വെലോസിറ്റി. ആ ഒരു ക്രിട്ടിക്കൽ ഡെപ്തിലെ വെലോസിറ്റിനെ നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി VC എന്നാണ് പറയുന്നത്. Okay, for any other value of specific energy there are 2 possible depth, one greater than the critical depth and other smaller than the critical depth. നമ്മൾ ഈ ഒരു ഫിഗറിൽ പറഞ്ഞിരുന്നു ഈക്വൽ സ്പെസിഫിക് എനർജി വരുന്ന 2 പോയിന്റ് ഉണ്ട്, ഒരെണ്ണം Hഉം ദെൻ Gയും. ഒരെണ്ണം ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും എബവ് ആയിരിക്കും, ഒരെണ്ണം ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും ബിലോ ആയിരിക്കും. ഈ 2 പോയിന്റ്സിനെ പറയുന്നതാണ് ഓൾട്ടർനേറ്റ് ഡെപ്ത്സ്. ഓക്കെ, for any other value of specific energy there are 2 possible depth, one greater than critical depth and other smaller than critical depth at which a given discharge can occur with the same specific energy. ഈ 2 പോയിന്റിലും സ്പെസിഫിക് എനർജി സെയിം ആയിരിക്കും. ഓക്കെ, these 2 depths for a given specific energy are called alternate depths. ഇതിനെയാണ് നമ്മൾ alternate depths എന്ന് പറയുന്നത്. ഓക്കെ, then next question വരുന്നത് 20th B question വരുന്നത് in a hydraulic jump occurring in a horizontal rectangular channel the initial and sequent depths are 2 ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ട് ഹൈഡ്രോളിക് ജമ്പിൽ. സോ y1 is equal to 0.2 മീറ്റർ ആണ് ആൻഡ് y2 is equal to 1.2 മീറ്റർ ആണ്.
നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആൻഡ് എനർജി ലോസ്. ഓക്കെ, ഡിസ്ചാർജ് അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആണ്. സോ സ്മോൾ ക്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ എനർജി ലോസ് E ഈസ് ഈക്വൽ ടു ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എനർജി ലോസ് 2 ഡെപ്ത് തന്നു കഴിഞ്ഞാൽ എനർജി ലോസിനുള്ള ഇക്വേഷൻ ഉണ്ട്, അത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ 2 ഡെപ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. y2/y1 ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു -1 പ്ലസ് √1 പ്ലസ് 8 FR1 സ്ക്വയർ. FR എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് നമ്പർ ആണ്. ഓക്കെ, ഫ്രൂട്ട്സ് നമ്പർ FR ഈസ് ഈക്വൽ ടു V/√G/y1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ y2/y1 ഈസ് ഈക്വൽ ടു y2 എന്ന് പറയുന്നത് 1/2 ആണ്, y1 എന്ന് പറയുന്നത് 0.2 ആണ്. ഓക്കെ, ദെൻ 1/2 ഇൻറ്റു -1 പ്ലസ് √1 പ്ലസ് 8 FR1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിന് 2 ഇൻറ്റു 1.2/0.2 ചെയ്യുക. 2 ഇൻറ്റു 1.2/0.2 ഈസ് ഈക്വൽ ടു -1 പ്ലസ് √1 പ്ലസ് 8 FR1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2 ഇൻറ്റു ക്യാൻസൽ ആയി പോകും. ദെൻ ആൻസർ വരുന്നുണ്ടാവുക 0.12 പ്ലസ് 1 ഈസ് ഈക്വൽ ടു √1 പ്ലസ് 8 FR1 സ്ക്വയർ ആണ് വരാം. ദെൻ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 1 പ്ലസ് 8 FR1 സ്ക്വയർ ഈസ് ഈക്വൽ ടു, സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരാം 169 ആണ് ആൻസർ വരാം. 169 ആണ് ആൻസർ വരാം. സോ 8 പ്ലസ് FR സ്ക്വയർ ഈസ് ഈക്വൽ ടു 168 വരും. 169 -1 ചെയ്യുമ്പോൾ ദെൻ FR1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 168/8 ചെയ്യാം. ദെൻ നമുക്ക് FR1ൻ്റെ ഇതിൻ്റെ റൂട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് FR1ൻ്റെ വാല്യൂ കിട്ടും. FR1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4.583 ആണ് FR1ൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ദെൻ FR1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. നമുക്കിനി അതിൽ നിന്ന് വിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ FR1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V/√G/y1 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വെലോസിറ്റിയുടെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ FR1 4.583 ഈസ് ഈക്വൽ ടു V/√9.81 ഇൻറ്റു y1. y1ൻ്റെ വാല്യൂ 0.2 മീറ്റർ ആണ്. ഓക്കെ, 0.2 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ വെലോസിറ്റിയുടെ ആൻസർ വരുന്നത് 6.419 ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് സ്മോൾ ക്യൂ ആണ്. സ്മോൾ ക്യൂവിൻ്റെ ഒരു ഇക്വേഷൻ ആണത്. Q ഈസ് ഈക്വൽ ടു V ഇൻറ്റു YC ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ വിയുടെ വാല്യൂ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ വാല്യൂ y1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ V ഇൻറ്റു 6.419 ഇൻറ്റു y1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.2 ആണ്. ഓക്കെ, അപ്പോൾ 0.2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് കിട്ടും. ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ 1.284 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് പെർ മീറ്റർ ആണ് സ്മോൾ ക്യൂവിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, സ്മോൾ ക്യൂവിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എനർജി ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂവിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് എനർജി ലോസിൻ്റെ ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഹോൾ ക്യൂബ് ബൈ 4y1/2. ഇത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. ഓക്കെ, അതിൽ y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ 1.2 മൈനസ് 0.2 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1.2 ഇൻറ്റു 0.2. ഓക്കെ, ഇക്വേഷൻ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ആൻസർ ഈയുടെ ആൻസർ വരുന്നത് 1.042 മീറ്റർ ആണ് എനർജി ലോസിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം തന്നെ ഹൈഡ്രോളിക് ജമ്പിൻ്റെ രണ്ട് ഇനീഷ്യൽ ആൻഡ് സീക്കൻഡ് ഡെപ്ത് തന്നേക്കുന്നത് y1 is equal to 0.2ഉം y2 is equal to 1.2 മീറ്ററുമാണ്. ഈ രണ്ട് വാല്യൂ മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് സ്മോൾ ക്യൂവും എനർജി ലോസുമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സ്മോൾ ക്യൂവിൻ്റെ ഇക്വേഷൻ ക്യാപിറ്റൽ ക്യൂ ബൈ ബി എന്ന് പറയുന്നത്, ഇത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ ക്യൂ ബൈ ബി ആണ്. അപ്പോൾ അത് ക്യാപിറ്റൽ ക്യൂ ബൈ ബി ആണ് സ്മോൾ ക്യൂ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഇക്വേഷൻ എഴുതിയത്. ഓക്കെ, അപ്പോൾ സ്മോൾ ക്യൂ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. തെറ്റി ക്യാപിറ്റൽ ക്യൂ ആണെന്ന് വിചാരിക്കരുത്, സ്മോൾ ക്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനാദ്യം തന്നെ y1ഉം y2ഉം കൂടിയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാവുന്നത് y2 by y1 is equal to ഈ ഒരു ഇക്വേഷൻ ആണ്. ദെൻ നമ്മൾ അതിൽ നിന്ന് ഫ്രൂട്ട്സ് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ഫ്രൂട്ട്സ് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് നമ്പറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം v/√gy ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ ഇതിൽ നമ്പർ എഴുതുന്നത് ശ്രദ്ധിക്കണം. ഫ്രൂട്ട്സ് നമ്പർ FR1 എന്നാണ് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ y2 by y1 ഫ്രൂട്ട്സ് നമ്പർ FR1 ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ FR1 is equal to v/√gy1 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അത് തെറ്റരുത്. ഇതിൽ y2 by y1 ഇങ്ങനെ ഒരു ഫോർമുല. ദെൻ y1 by y2 ആകുമ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് നമ്പർ 2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ദെൻ ഈ ഒരു ഫ്രൂട്ട്സ് നമ്പറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫ്രൂട്ട്സ് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ വെലോസിറ്റിയുടെ ആൻസർ വരുന്നത് 6.419 ആണ്. ദെൻ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് Q is equal to V into ഡെപ്ത്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡയമെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരില്ല. ക്യൂവിൻ്റെ ഡയമെൻഷൻ വരുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് പെർ മീറ്റർ ആണ്. ഓക്കെ, ദെൻ V into y1 യൂണിറ്റ് വരുന്നത് മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു മീറ്റർ ആണ്. സോ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ ഈ മീറ്ററും കട്ട് ചെയ്ത് പോകുമ്പോൾ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. സോ ഡയമെൻഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇക്വേഷൻ വരുന്നത് Q is equal to V/1 ആണ്. ഓക്കെ, ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ വരാണെങ്കിൽ ജസ്റ്റ് ആ യൂണിറ്റ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഇക്വേഷൻ എഴുതാവുന്നതാണ്. Q is equal to V/1. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് സ്മോൾ ക്യൂ എന്ന് പറയുന്നത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1.284 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് പെർ മീറ്റർ ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് എനർജി ലോസ് ആണ്. അപ്പോൾ എനർജി ലോസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y2 - y1 ഹോൾ ക്യൂബ് ബൈ 4y1 y2. y1 y2 നമുക്കറിയാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനർജി ലോസിൻ്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 5th മൊഡ്യൂളിലെ എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.